ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഉൽപ്പത്തി പുസ്തകം എന്ന പാഠ്യ വിഷയത്തിൻ്റെ മൂന്നാമത്തെ സെക്ഷനിൽ പ്രവേശിപ്പാൻ ദൈവം നമ്മെ സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്ക് ഏവർക്കും കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുകയാണ്. നിങ്ങൾ നൽകുന്ന പ്രോത്സാഹനത്തിന്, സഹകരണത്തിന്, പ്രാർത്ഥനയുടെ പിൻബലത്തിന് ഞാൻ നന്ദി പറയുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമ്പോഴാകട്ടെ. നമ്മൾ ഇന്ന് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ കൂടി നമ്മുടെ ചിന്ത ആരംഭിക്കുന്നത് യഹോവയായ ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടുജന്തുക്കളെക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു. അത് സ്ത്രീയോട്, തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിൻ്റെ ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. സ്ത്രീ പാമ്പിനോട്, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്ക് തിന്നാം, എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിന് നടുവിലുള്ള വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തൊടുകയും അരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പാമ്പ് സ്ത്രീയോട്, നിങ്ങൾ മരിക്കുകയില്ല നിശ്ചയം. അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കുകയും നിങ്ങൾ നന്മതിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യും. ദൈവം അറിയുന്നു എന്ന് പറഞ്ഞു. ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണുവാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവും എന്ന് സ്ത്രീ കണ്ടു. ഫലം പറിച്ചു തിന്നു, ഭർത്താവിനും കൊടുത്തു, അവനും തിന്നു. ഉടനെ ഇരുവരുടെയും കണ്ണ് തുറന്നു. തങ്ങൾ നഗ്നരെന്നറിഞ്ഞ് അത്തിയില കൂട്ടിത്തുന്നി തങ്ങൾക്ക് അറിയാതെ ഉണ്ടാക്കി. വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവർ കേട്ടു. മനുഷ്യനും ഭാര്യയും യഹോവയായ ദൈവം തങ്ങളെ കാണാതിരിപ്പാൻ തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിച്ചു. യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു. നീ എവിടെയെന്ന് ചോദിച്ചു. തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ടിട്ട് ഞാൻ നഗ്നനാകൊണ്ട് ഭയപ്പെട്ട് ഒളിച്ചു എന്ന് അവൻ പറഞ്ഞു. നീ നഗ്നനെന്ന് നിന്നോട് ആര് പറഞ്ഞു? തിന്നരുതെന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ച വൃക്ഷം നീ തിന്നുവോ എന്ന് അവൻ ചോദിച്ചു. അതിന് മനുഷ്യനോട് കൂടെ ഇരിപ്പാൻ നീ തന്നിട്ടുള്ള സ്ത്രീ വൃക്ഷഫലം തന്നു, ഞാൻ തിന്നുകയും ചെയ്തു എന്ന് പറഞ്ഞു. യഹോവയായ ദൈവം സ്ത്രീയോട്, നീ ചെയ്തത് എന്ത് എന്ന് ചോദിച്ചതിന്, പാമ്പ് എന്നെ വഞ്ചിച്ചു, ഞാൻ തിന്നുപോയി എന്ന് സ്ത്രീ പറഞ്ഞു. ഇവിടെ നോക്കി, ദൈവം അവരെ ഒരു നല്ല സ്ഥിതിയിലാക്കി വെച്ചിരിക്കുകയായിരുന്നു. അവരെ സൃഷ്ടിച്ചു. അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ഒരുക്കി വെച്ചതിന് ശേഷമാണ് ദൈവം അവരെ സൃഷ്ടിച്ചത്. അതിന് ശേഷമായിട്ട് സകല അധികാരവും കൊടുത്തു, അല്ലേ? ആ കൂടി ചെറിയ കൽപ്പന പറഞ്ഞുള്ളൂ. എന്താ പറഞ്ഞത്? നിങ്ങൾ ആ തോട്ടത്തിലെ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത് എന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാൽ പിശാച് എന്ത് ചെയ്തു? സൂത്രത്തിൽ ഇവരെ വഞ്ചിച്ചു, അല്ലേ? ഹവ്വ പറഞ്ഞ പോലെ എന്നെ വഞ്ചിച്ചു. ഒരു മോഹന വാഗ്ദാനം കൊടുത്തു. എന്താ കൊടുത്തെന്ന് അറിയാമോ? നിങ്ങൾക്ക് ദൈവത്തെ പോലെയാകാം. ആ കേട്ടപ്പോൾ ഹവ്വയ്ക്ക് സന്തോഷമായി. കാരണം ദൈവത്തെ പോലെ ആകാൻ നിസ്സാര കാര്യമൊന്നുമല്ല. പലപ്പോഴും ശത്രുവായ പിശാച് നമ്മെ ചതിക്കുന്നത് എങ്ങനെയാണ്? പ്രത്യക്ഷത്തിൽ കേൾക്കുമ്പോൾ നമുക്ക് നന്മയുണ്ടാകുമെന്ന് ചിന്തിക്കുന്ന ചില കാര്യങ്ങളിൽ എടുത്ത് പറഞ്ഞുകൊണ്ടായിരിക്കാം നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ നാശത്തിൽ തള്ളിയിടുന്നത്. ഇവിടെ ചെയ്യുന്നത് ചെയ്യുന്നു. അതിനുശേഷമാണ് ദൈവം അത് ചോദിക്കുമ്പോൾ അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുകയാണ്, അല്ലേ? ആദാം പറഞ്ഞു, സ്ത്രീ തന്നു, ഞാൻ തിന്നു. ഹവ്വ പറഞ്ഞു, പാമ്പ് എന്നെ പറ്റിച്ചു, അതുകൊണ്ട് ഞാൻ തിന്നു, അല്ലേ? എനിക്ക് തെറ്റുപറ്റി എന്നുള്ളതായ ഒരു സന്തോഷപരമായി വരുന്നതിന് പകരമായിട്ട് മറ്റുള്ളവരുടെ മേൽ കുറ്റം ചാരിക്കൊണ്ട് അവർ രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുക. ഇവിടെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ദിവസത്തിൽ നമുക്ക് തെറ്റുകൾ സംഭവിക്കാം. നമ്മൾക്ക് മനുഷ്യർ നിലയ്ക്ക് ദിവസത്തിൽ തെറ്റുകൾ സംഭവിക്കാം. അത് ആ തെറ്റുകൾ മനസ്സിലാക്കിയിട്ട് അത് ഏറ്റു പറയുവാനും ഉപേക്ഷിപ്പാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം. ആ തെറ്റുകൾ മറ്റുള്ളവരുടെ മേൽ കെട്ടിവെച്ചുകൊണ്ട് സ്വയനീതിയിൽ സന്തോഷിപ്പാൻ ഇടവരരുത്. ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല. അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കുന്നതാണ്. വീഴ്ചകൾ സംഭവിച്ചു എന്ന് പറയുവാനുള്ള വരണം. കാരണം അവിടെ മനുഷ്യൻ ചെയ്ത മറ്റൊരു കാര്യമുണ്ട്. ഈ തെറ്റ് സംഭവിച്ചു, അവിടെ നഗ്നതാന്ന് മനസ്സിലായി,
നഗ്നത മറയ്ക്കാനായിട്ട് ഒരു മാനുഷിക പരിശ്രമമാണ്. എന്താണ്? അത്തിയില കൂട്ടി തുന്നിയൊരു ഉടുപ്പൊക്കെ ഉണ്ടാക്കി. എന്നാൽ എന്താ സംഭവിച്ചത്? വെയിലിന് ചൂട് കൂടിയപ്പോൾ ഈ കുപ്പായം ഉണങ്ങിപ്പോയി. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിലനിൽക്കുവാൻ നീയായിട്ട് ഒരുക്കുന്ന പരിശ്രമങ്ങളെല്ലാം പാഴ്വേലിയാന്ന് മനസ്സിലാക്കണം. അവൻ്റെ സന്നിധിയിൽ വിശ്വസം നിൽപ്പാനായിട്ട് അവൻ്റെ കൃപയ്ക്കായിട്ട് യാചിക്കണം. അവൻ്റെ കൃപയായിട്ട് മുന്നോട്ട് പോകണം. ഇവിടെ ദൈവത്തിൻ്റെ വാക്കുകളെ അനുസരിക്കാതെ പോയതിനാൽ ഇത് സംഭവിച്ചു. ദൈവം അവരെ ശപിക്കുവാനിടയായിത്തീർന്നു. ദൈവത്തിൻ്റെ വചനങ്ങൾ അനുസരിക്കുമ്പോൾ ഇത് അനുഗ്രഹമാണെങ്കിൽ, ദൈവവചനങ്ങൾ അനുസരിക്കാതെ പോകുന്നത് നമ്മുടെ ജീവിതത്തിലെ ശാപമായി തീരുന്ന കാര്യം നാം തിരിച്ചറിയണം. എല്ലാ സുഖ സൗകര്യങ്ങളുമുള്ള ഒരു സ്ഥാനത്ത് നിന്ന് അനുസരണക്കേട് കൊണ്ട് അവരെന്ത് ചെയ്തു? ദൈവകൃപയിൽ നിന്നും അന്വേഷിട്ട് പോകാനായിട്ട് ഇടവന്നു എന്നുള്ളതാണ്. നമുക്ക് താഴോട്ട് വായിക്കാം. 14 വാക്യം. യഹോവയായ ദൈവം പാമ്പിനോട് കൽപ്പിച്ച്, നീ ഇത് ചെയ്യുക കൊണ്ട് എല്ലാ കന്നുകാലികളിലും എല്ലാ കാട്ടുമൃഗങ്ങളിലും വെച്ച് നീ ശപിക്കപ്പെട്ടിരിക്കുന്നു. നീ ഉരസ് കൊണ്ട് ഗമിച്ച് നിന്റെ ആയുഷ്കാലമൊക്കെയും പൊടി തിന്നും. ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാൽ തകർക്കും. സ്ത്രീയോട് കൽപ്പിച്ചത്, ഞാൻ നിനക്ക് കഷ്ടവും ഗർഭധാരണവും ഏറ്റവും വർദ്ധിപ്പിക്കും. നീ വേദനയോടെ മക്കളെ പ്രസവിക്കും. നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോട് ആകും, അവൻ നിന്നെ ഭരിക്കും. മനുഷ്യനോട് കൽപ്പിച്ചതോ, നീ നിന്റെ ഭാര്യയുടെ വാക്ക് അനുസരിക്കുകയും തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷഫലം തിന്നുകയും ചെയ്തതുകൊണ്ട് നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ കഷ്ടതയോടെ അതിൽ നിന്ന് അഹോവൃത്തി കഴിക്കും. മുള്ളും പറക്കാരയും നിനക്ക് അതിൽ നിന്ന് മുളയ്ക്കും. വയലിലെ സസ്യം നിനക്ക് ആഹാരമാകും. നിലത്ത് നിന്ന് നിന്നെ എടുത്തിരിക്കുന്നു, അതിൽ തിരികെ ചേരുവോളം മുഖത്തെ വേർപ്പോടുകൂടി നീ ഉപജീവനം കഴിക്കും. നീ പൊടിയാകുന്നു, പൊടിയിൽ തിരികെ ചേരും. മനുഷ്യൻ തൻ്റെ ഭാര്യയ്ക്ക് ഹവ്വ എന്ന് പേരിട്ടു. അവൾ ജീവനുള്ളവർക്കെല്ലാം മാതാവല്ലോ. യഹോവയായ ദൈവം ആദാമിനും അവൻ്റെ ഭാര്യയ്ക്കും തോൽ കൊണ്ട് ഉടുപ്പുണ്ടാക്കി അവരെ ഉടുപ്പിച്ചു. ഇവിടെ സംഭവിച്ചെന്താണ്? ശപിക്കപ്പെടുകയായിത്തീർന്നു. ദൈവത്തിൻ്റെ വാക്കുകൾ അനുസരിക്കാതെ പോയതിനാൽ അവർ ശാപഗ്രസ്തരായി. ഭൂമിയിൽ മുള്ളും പരക്കാരെയും മുളച്ചു. സ്ത്രീക്ക് കഷ്ടവും ഗർഭധാരണവും വേദനയോടുകൂടിയ പ്രസവം നൽകി. പുരുഷനെ സംബന്ധിച്ചിടത്തോളം മുഖത്തെ വേർപ്പോടുകൂടി അപ്പം ഭക്ഷിക്കേണ്ട അവസരത്തിൽ എത്തിത്തീർന്നു അല്ലേ? എല്ലാ നിലകളിലും അവർ ശപിക്കപ്പെട്ട നിലയിലേക്ക് മാറുവാൻ കാരണം എന്താണ്? അവരുടെ അനുസരണക്കേടാണ്. എന്നിട്ട് 21 വാക്യം. സ്നേഹവാനായ ദൈവം, കാരുണ്യവാനായ ദൈവം, യഹോവയായ ദൈവം ആദാമിനും അവൻ്റെ ഭാര്യയ്ക്കും തോൽ കൊണ്ട് ഉടുപ്പുണ്ടാക്കി അവരെ ഉടുപ്പിച്ചു. എൻ്റെ വാക്കുകൾ അനുസരിക്കാതെ പോയവരാണ് അനുസരിക്കാതെ പോയവരാണ്, ശാപഗ്രസ്തരായി തീരുന്നവരാണ്. പക്ഷെ അവരെ അങ്ങനെ വിട്ടുവിടാതെ ആ സ്നേഹവാനായ ദൈവം അവരുടെ വീഴ്ചയുടെ നടുവിലും അവരുടെ അനുസരണക്കേടിൻ്റെ മധ്യേയും അവർക്ക് വേണ്ടി ഉടുപ്പുണ്ടാക്കി അവരെ ഉടുപ്പിക്കുകയാണ്. ആ പിതാവിൻ്റെ വലിയ സ്നേഹവും ആ കരുണയും അതേയും നാം തിരിച്ചറിയണം. നമ്മെ വേദനിപ്പിക്കുമ്പോഴും നമ്മെ ദ്രോഹിക്കുമ്പോഴും നമ്മുടെ സങ്കടങ്ങൾ വരുത്തി വയ്ക്കുമ്പോഴും അവൻ നമ്മെ സ്നേഹിക്കുന്നു, നമുക്ക് വേണ്ടി കരുതുന്നു എന്നുള്ളത് എത്രയോ ചിന്തനീയമായ വിഷയമാണ്. അവൻ്റെ കരുണയുടെ അളവറ്റ വലിപ്പം നമുക്ക് ആ സംഗതി മനസ്സിലാകുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ ദൈവത്തെ സ്നേഹിപ്പാനായിട്ട്, ആ ദൈവത്തെ അനുസരിപ്പാനായിട്ട് നമുക്ക് കഴിയട്ടെ. അവൻ്റെ വാക്കുകളെ അനുസരിക്കാതെ പോയിട്ട് ശാപഗ്രസ്തരായി തീരുക എന്നുള്ളതല്ല, വചനങ്ങളെ അനുസരിച്ച് അനുഗ്രഹങ്ങൾ പ്രാപിപ്പാനായി ഇന്ന് വലിയൊരു സഹായിക്കുമാറാകട്ടെ. യഹോവയായ ദൈവം മനുഷ്യൻ നന്മതിന്മകളെ അറിയുവാൻ തക്കവണ്ണം തമ്മിൽ ഒരുത്തിനെ പോലെ ആയിത്തീർന്നിരിക്കുന്നു. ഇപ്പോൾ അവൻ കൈനീട്ടി ജീവവർഷത്തിൻ്റെ ഫലം കൂടി പറിച്ച് തിന്ന് എന്നേക്കും ജീവിപ്പാൻ സംഗതി വരരുതെന്ന് കൽപ്പിച്ചു. അവനെ എടുത്തിരുന്ന നിലത്ത് കൃഷി ചെയ്യേണ്ടെന്ന് യഹോവയായ ദൈവം അവനെ എഴുന്നോട്ടത്തിൽ നിന്ന് പുറത്താക്കി. ഇങ്ങനെ അവൻ മനുഷ്യനെ ഇറക്കിക്കളഞ്ഞു. ജീവന്റെ വൃക്ഷത്തിലുള്ള വഴി കാപ്പാൻ അവൻ
ഏദൻ കിഴക്ക് കെരൂബുകളെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാളിൻ്റെ ജ്വാലയമാക്കി നിർത്തി. മനുഷ്യനെ പാർപ്പാനായിട്ട് മനോഹരമായൊരു തോട്ടമുണ്ടാക്കി മനുഷ്യനെ സൃഷ്ടിച്ചതാക്കി വെച്ച സ്ഥാനത്തു നിന്ന് അവൻ്റെ അനുസരണക്കേട് കാരണമായിട്ട് അവൻ്റെ വീഴ്ച കാരണമായിട്ട് ഇതാ ഇപ്പോൾ അവിടുന്ന് പുറത്താക്കപ്പെടുകയും അവിടെ ഒരിക്കലും പ്രവേശിപ്പിക്കാൻ കഴിയാത്തവണ്ണമായിട്ട് ഒരു കെരൂബിനെ അവിടെ കാവലാക്കി വയ്ക്കുകയും ചെയ്തു. അതാമാക്കി നമ്മൾ പഠിക്കുമ്പോൾ അനന്തരം മനുഷ്യൻ തൻ്റെ ഭാര്യയെ ഹവ്വയെ പരിഗ്രഹിച്ചു. അവൾ ഗർഭം ധരിച്ചു, കയ്യിനെ പ്രസവിച്ചു. യഹോവയാൽ എനിക്കൊരു പ്രജ ലഭിച്ചു എന്ന് പറഞ്ഞ് പിന്നെ അവൾ അവൻ്റെ അനുജനായ ഹാബേലിനെ പ്രസവിച്ചു. ഹാബേൽ ആട്ടിടയനും കയ്യൻ കൃഷിക്കാരനുമായി തീർന്നു. കുറേ കാലം കഴിഞ്ഞിട്ട് കയ്യൻ നിലത്തെ അനുഭവത്തിൽ നിന്ന് യഹോവയ്ക്ക് ഒരു വഴിപാട് കൊണ്ടുവന്നു. ഹാബേലും ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞുള്ളിൽ നിന്ന് അവിടെ മെൽസിൽ തന്നെ ഒരു വഴിപാട് കൊണ്ടുവന്നു. യഹോവ ഹാബേലിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചു, കയ്യനിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചില്ല. കയ്യന് ഏറ്റവും കോപമുണ്ടായി, അവൻ്റെ മുഖം വാടി. എന്നാറേ യഹോവ കയ്യനോട്, നീ കോപിക്കുന്നത് എന്തിന്? മുഖം വാടുന്നത് എന്ത്? നന്മ ചെയ്യുന്നെങ്കിൽ പ്രസാദം ഉണ്ടാകുകയില്ലയോ? നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം ബാധകൾ കിടക്കുന്നു. അതിൻ്റെ ആഗ്രഹം നിങ്ങളിലേക്കാകുന്നു, നീയോ അതിനെ കീഴടക്കണമെന്ന് കൽപ്പിച്ചു. എന്നാലേ കയ്യൻ തൻ്റെ അനുജനായ ഹാബേലിനോട് നാം വയലിലേക്ക് പോകാം എന്ന് പറഞ്ഞു. അവർ വയലിൽ ഇരിക്കുമ്പോൾ കയ്യൻ തൻ്റെ അനുജനായ ഹാബേലിനോട് കയർത്ത് അവനെ കൊന്നു. പിന്നെ യഹോവ കയ്യനോട്, നിൻ്റെ അനുജനായ ഹാബേൽ എവിടെയെന്ന് ചോദിച്ചതിന്, ഞാൻ അറിയുന്നില്ല, ഞാൻ എൻ്റെ അനുജൻ്റെ കാവൽക്കാരനെന്ന് അവൻ പറഞ്ഞു. അതിന് അവൻ അരുളി ചെയ്തത്, നീ എന്ത് ചെയ്തു? നിൻ്റെ അനുജൻ്റെ രക്തത്തിൻ്റെ ശബ്ദം ഭൂമിയിൽ നിന്ന് എന്നോട് നിലവിളിക്കുന്നു. ഇപ്പോൾ നിൻ്റെ അനുജൻ്റെ രക്തം നിൻ്റെ കയ്യിൽ നിന്ന് ഇട്ടുകൊള്ളുവാൻ വായ തുറന്ന ദേശം നീ വിട്ട് ശാപഗ്രസ്തനായി പോകണം. നീ കൃഷി ചെയ്യുമ്പോൾ നിലം ഇനിമേലാൽ തൻ്റെ വീര്യം നിനക്ക് തരികയില്ല. നീ ഭൂമിയിൽ ഉഴലുന്നവനാകും. കയ്യൻ യഹോവയുടെ എൻ്റെ കുറ്റം പൊറുപ്പാൻ കഴിയുന്നതിനേക്കാൾ വലുതാകുന്നു. ഇതാ, നീ ഇന്ന് എന്നെ ആട്ടിക്കളയുന്നു. ഞാൻ തിരുസന്നിധി വിട്ട് ഒളിച്ച് ഭൂമിയിൽ വീഴുന്നവനായാകും. ആരും എന്നെ കണ്ടാൽ എന്നെ കൊല്ലുമെന്ന് പറഞ്ഞു. യഹോവ അവനോട്, അതുകൊണ്ട് ആരെങ്കിലും കയ്യനെ കൊന്നാൽ അവൻ 7 ഇരട്ടി പകരം കിട്ടുമെന്ന് അരുളി ചെയ്തു. കയ്യനെ കാണുന്നവരാരും കൊല്ലാതിരിക്കണമെന്ന് യഹോവ അവനൊരു അടയാളം വെച്ചു. കണ്ടോ, ഒരു ആരാധന കഴിഞ്ഞ് നടന്ന സംഭവം കൊലപാതകത്തിൽ അവസാനിച്ചത്. ഇവിടെ ഒരു ആരാധന കഴിക്കാൻ പോകുന്ന രണ്ടുപേരും കൂടി കൂടിയിട്ട് ആരാധനയുടെ അവസാനത്തെങ്കിലും എന്തായി സംഭവം കൊലപാതകത്തിൽ അവസാനിച്ചു. ഇന്നും പലപ്പോഴും നമ്മുടെ ആരാധനാലയങ്ങളിൽ സംഭവിക്കുന്നതൊക്കെ തന്നെയാണ് അല്ലേ. വിശുദ്ധ സഭായോഗം എന്ന സഭായോഗത്തെക്കുറിച്ച് പറഞ്ഞു. വിശുദ്ധ സഭായോഗം കഴിഞ്ഞാൽ പിന്നെ അതൊരു കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റി കഴിയുമ്പോഴത്തേക്കും വിശുദ്ധിയെല്ലാം മാറി, ഇന്നത്തെ ഭാഷകൾ മാറി, പദങ്ങൾ മാറി, കയ്യാങ്കളിയായി അല്ലേ, ഗ്രൂപ്പിസമായി, ഓടാ വിളിയായി, ഉന്തുന്നള്ളുമായി, തമ്മിലടിയായി മാറുന്നു. ഇവിടെവരെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? കയ്യനോട് പറഞ്ഞില്ലേ, പാപം നിൻ്റെ വാതിൽക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിന്നോടാന്ന് പറഞ്ഞിട്ടില്ലേ? എന്താ സംഭവിച്ചത്? പാപത്തെ ഒഴിവാക്കി ജീവിക്കുവാനായിട്ട് നമുക്കിട വരട്ടെ. നമുക്കറിയുന്ന ആരാധനയിൽ സ്വർഗം പ്രസാദിക്കുന്ന രീതിയിലുള്ള അനുഭവത്തിൽ വരുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. നമ്മുടെ സ്തുതിയും സ്തോത്രവും നമ്മുടെ പ്രസംഗവും പാട്ടും എല്ലാം തന്നെ ദൈവത്തിന് പ്രസാദമായ രീതിയിലായിത്തീരേണ്ടതിനായുള്ള നിലകളിൽ നമ്മെ ശുദ്ധീകരിച്ചിട്ട് പങ്കെടുത്താൻ സഹായിക്കുമാറാകട്ടെ. ഇവിടെ കയ്യൻ ആദാമിനെ വീഴ്ച പറ്റിയപ്പോൾ ആദാം ആ വീഴ്ചയെ പറ്റി സമ്മതിക്കുന്നില്ലെങ്കിലും കയ്യൻ പറഞ്ഞൊരു വാചകം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്താണ്? എൻ്റെ കുറ്റം പൊറുപ്പാൻ കഴിയുന്നതിനേക്കാൾ വലിയതാകുന്നു എന്ന് പറഞ്ഞിട്ടാണ് കയ്യനോട് സംസാരിക്കുന്നത്. അവൻ്റെ തെറ്റുകളെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. ഒരുപക്ഷെ അനുതാപമായിരിക്കും അവനെ മറ്റുള്ളവരാൽ അവനെ കൊല്ലാതിരിക്കണം ദൈവം അവന് വേണ്ടി ഒരു പ്രത്യേക അടയാളം കൊണ്ട് ഇടയായി തീർന്നത്. മാരകമായ പാപങ്ങളാണ് ചെയ്യുന്നപ്പോൾ തന്നെ ദൈവത്തിനെ ക്ഷമിക്കുവാൻ കഴിയും, ദൈവത്തിന് ക്ഷമ കിട്ടും എന്നുള്ള കാര്യങ്ങൾ നമുക്കവിടെ കയ്യൻ്റെ പാഠം പഠിപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ കയ്യൻ യഹോവയുടെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ട് ഏദന് കിഴക്ക് നോദ് ദേശത്ത് ചെന്ന് പാർത്തു. കയ്യൻ തൻ്റെ ഭാര്യയെ പരിഗ്രഹിച്ചു, ഗർഭം ധരിച്ചു, ഹാനോക്കിനെ പ്രസവിച്ചു. അവനൊരു പട്ടണം പണിതു, ഹാനോക്ക് എന്ന് തൻ്റെ മകൻ്റെ പേരിട്ടു. ഹാനോക്കിന് ഇരാദ് ജനിച്ചു, ഇരാദ് മെഹയൂലിനെ ജനിപ്പിച്ചു, മെഹയൂൽ മെതുശയേലിനെ ജനിപ്പിച്ചു, മെതുശയേൽ ലാമക്കിനെ ജനിപ്പിച്ചു. ലാമക്ക് 2 ഭാര്യമാരെ എടുത്തു,
ഒരുത്തിക്ക് ആദ എന്നും മറ്റവർക്ക് സില്ല എന്നും പേർ. അത് യാക്കോബിന് യാബാലിനെ പ്രസവിച്ചു. അവൻ കൂടാരവാസികൾക്കും പശുപാലകന്മാർക്കും പിതാവായി തീർന്നു. അവൻ്റെ സഹോദരൻ യൂബാൽ എന്നു പേർ. ഇവൻ കിന്നരവും വീണുവും പ്രയോഗിക്കുന്ന എല്ലാവർക്കും പിതാവായി തീർന്നു. സില്ല തൂബൽ കൈനെ പ്രസവിച്ചു. അവൻ ചെമ്പുകൊണ്ട് ഇരുമ്പുകൊണ്ടുള്ള ആയുധങ്ങളെ തീർക്കുന്നവനായി തീർന്നു. തൂബൽ കൈൻ്റെ പെങ്ങൾ അയമ ലാമക്ക് തൻ്റെ ഭാര്യമാരോട് പറഞ്ഞത്, ആദയും സില്ലയുമായുള്ളവരെ എൻ്റെ വാക്ക് കേൾപ്പീൻ. ലാമക്കൻ ഭാര്യമാരെ വചനത്തിന് ചെവി തരുവീൻ. എൻ്റെ മുറിവിന് പകരം ഞാൻ ഒരു പുരുഷനെയും എൻ്റെ പരിക്കിന് വരെ ഞാൻ ഒരു യുവാവിനെയും കൊല്ലും. കൈന് വേണ്ടി 7 ഇരട്ടി പകരം ചെയ്യുമെങ്കിൽ ലാമാക്കിന് വേണ്ടി 77 ഇരട്ടി പകരം ചെയ്യും. ആദാം തൻ്റെ ഭാര്യയെ പിന്നെയും പരിഗ്രഹിച്ചു. അവളൊരു മകനെ പ്രസവിച്ചു. കൈൻ കൊന്ന ഹാബീലിന് പകരം ദൈവം എനിക്ക് മറ്റൊരു സന്ധ്യ തന്നു എന്ന് പറഞ്ഞ് അവനെ ഷേത്ത് എന്ന് പേരിട്ടു. ഷേത്തിന് ഒരു മകൻ ജനിച്ചു. അവന് ഏനോഷ് എന്ന് പേരിട്ടു. ആ കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി. കണ്ടോ, തലമുറകൾ വരികയാണ്. കൈൻ്റെ തലമുറയെക്കുറിച്ച് നമുക്ക് വായിച്ച് കേട്ടു. ശേഷമായ ആദാമിനുടെ മറ്റൊരു മകനെ കുറിച്ച് അവിടെ തലമുറ പറഞ്ഞത് ആ കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി. പ്രിയപ്പെട്ടവരെ, നാം ദിവസത്തിൻ്റെ ധ്യാനത്തിലെ പ്രകാരം ആയിരിക്കും നമുക്ക് ശാന്തമായി ചിന്തിപ്പാൻ പ്രധാനം സഹായിക്കുമാറാകട്ടെ. 5-ാം അധ്യായം പഠിക്കുമ്പോൾ ആദാമിൻ്റെ വംശപാരമ്പര്യം പറഞ്ഞു വരികയാണ്. അവിടെ ഓരോരുത്തരെ കാലങ്ങൾ വന്ന് അങ്ങനെ നമ്മൾ 5-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ ഭാഗത്തിൽ വരുമ്പോഴത്തേക്കും നോഹയ്ക്ക് 500 വയസ്സായ ശേഷം നോഹ ഷേമിനെയും ഹാമിനെയും യാഫത്തിനെയും ജനിപ്പിച്ചു എന്ന് കാണാൻ കഴിയുന്നുണ്ട്. 5-ാം അധ്യായം മുഴുവൻ വംശാവലി ആയതുകൊണ്ട് ഞാനത് മുഴുവൻ വായിക്കാനും വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. 6-ാം അധ്യായത്തിലെത്തിയപ്പോൾ മനുഷ്യൻ ഭൂമിയിൽ പെരുകി തുടങ്ങി. അവർക്ക് പുത്രിമാർ ജനിച്ചപ്പോൾ ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളതെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ച എവരെയും ഭാര്യമാരെ എടുത്ത്, അപ്പോൾ യഹോവ മനുഷ്യനിൽ എൻ്റെ ആത്മാവ് സദാകാലം വാദിച്ചുകൊണ്ടിരിക്കുകയില്ല എന്ന്, അവൻ ജഡം തന്നെയല്ലോ, എങ്കിലും അവൻ്റെ കാലം 120 സംവത്സരമാകുമെന്ന് അരുളി ചെയ്തു. നമ്മൾ നേരത്തെ വായിക്കുമ്പോൾ ഈ ആദാമിന് 930 സംവത്സരമായിരുന്നു അവൻ്റെ ആയുസ് പറഞ്ഞത്. എന്നാൽ മനുഷ്യൻ്റെ പാപം നിമിത്തമായി ആയുസ് കുറഞ്ഞു വരികയായിരുന്നു. ഓരോ തലമുറ കഴിയുന്നവർ ദൈവത്തെ വെറുപ്പിക്കുന്നതിൽ, ദൈവത്തിൻ്റെ കോപം സമ്പാദിക്കുന്നതിൽ ഓരോ തലമുറയും മത്സരിക്കുകയായിരുന്നു. അങ്ങനെ ഇപ്പോൾ പറഞ്ഞത് 120 സംവത്സരമാകുമെന്നുള്ള ചെയ്തു. അക്കാലത്ത് ഭൂമിയിൽ മല്ലന്മാരുണ്ടായിരുന്നു. അതിനുശേഷവും ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരുടെ അടുക്കൽ ചെന്നിട്ട് അവർ മക്കളെ പ്രസവിച്ച് ഇവരാകുന്നു പുരാതന കാലത്തെ വീരന്മാർ, കീർത്തിപ്പെട്ട പുരുഷന്മാർ തന്നെ. ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വലിയതെന്നും അവൻ്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതാത്രയെന്നും യഹോവ കണ്ടു. താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കുകൊണ്ട് യഹോവ അനുദപിച്ചു. അതവൻ്റെ ഹൃദയത്തിന് ദുഃഖമായി. താൻ സൃഷ്ടിച്ചിട്ടുള്ള മനുഷ്യനെ ഭൂമിയിൽ നിന്ന് നശിപ്പിച്ചു കളയുമെന്നും മനുഷ്യനെയും മൃഗത്തെയും ഇഴജാതിയെയും ആകാശത്തിലെ പക്ഷികളെയും തന്നെ അവ ഉണ്ടാക്കുകൊണ്ട് ഞാൻ അനുദപിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്തു. എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. അപ്പോൾ നമ്മൾ കാണുന്നത് ഒരു തലമുറയിലുള്ള ജനം മുഴുവനും ദൈവത്തിന് ഇഷ്ടമില്ലാത്ത പ്രവൃത്തി ചെയ്തുകൊണ്ട് ദൈവകോപത്തിന് പാത്രങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതേ സമയം തന്നെ ഒരുവന് ദൈവത്തിൻ്റെ കൃപ ലഭിപ്പാൻ ഇടയായിത്തീർന്നു. നോഹയുടെ വംശപാരമ്പര്യം എന്തെന്നാൽ നോഹ നീതിമാനും തൻ്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു. നോഹ ദൈവത്തോട് കൂടെ നടന്നു. ഷേം, ഹാം, യാഫേത്ത് എന്ന 3 പുത്രന്മാരെ നോഹ ജനിപ്പിച്ചു. എന്നാൽ ഭൂമി ദൈവത്തിന് മുമ്പാകെ വഷളായി. ഭൂമി അതിക്രമം കൊണ്ട് നിറഞ്ഞിരുന്നു. ദൈവം ഭൂമിയെ നോക്കി അത് വഷളായി എന്ന് കണ്ട് സകല ജഡവും ഭൂമിയിൽ തന്നെ വഴി വഷളാക്കിയിരിക്കുന്നു. ഉണ്ടോ, സകലരും ദൈവസന്നിധി വിട്ട് ദൈവകോപത്തിന് പാത്രങ്ങൾ തീരുമ്പോഴും ഒരുത്തൻ നീതിമാനായി തലമുറയിൽ നിഷ്കളങ്കനായി ജീവിച്ചു ദൈവത്തോട് നടപ്പാനിടയായിത്തീർന്നു. ഇവിടെ ചുറ്റുപാടിലുള്ളവർ എങ്ങനെ ജീവിക്കുന്നു എന്ന് കാര്യമാക്കണ്ട. അവർ ദൈവത്തെ ഭയപ്പെട്ടാലും ഭയപ്പെട്ടില്ലെങ്കിലും, അവർ ദൈവത്തെ അനുസരിച്ചാലും അനുസരിച്ചില്ലെങ്കിലും, അവർ വഷളത്വം പ്രവർത്തിച്ചാലും പ്രവർത്തിച്ചില്ലെങ്കിലും, നിന്നെ സംബന്ധിച്ചിടത്തോളം നീതിമാനായി ജീവിക്കുക, ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുക, നിഷ്കളങ്കനായി ജീവിക്കുക, ദൈവത്തോടൊപ്പം നടക്കുക, ദൈവങ്ങളെ കൂട്ടായി ബന്ധം സൂക്ഷിക്കുക എന്നുള്ള നമ്മുടെ ഉത്തരവാദിത്വം. ചുറ്റുപാടുള്ളവരെങ്ങനെ ജീവിക്കട്ടെ, നീ നിന്നെ സൂക്ഷിക്കുക എന്നുള്ളതാണ്.
വലിയ ഉദാഹരണമാണ് നോഹ കാണിച്ചു തന്നത് അല്ലേ. മറ്റുള്ളവർ എങ്ങനെ ജീവിച്ചാലും അവനെ തന്നെ സൂക്ഷിച്ചു ദൈവസേനയിൽ. അതുകൊണ്ട് ഇത് സംഭവിച്ചെന്നാണ് ദൈവം നോഹയോട് കൽപ്പിച്ചതെന്നാൽ സകലജടത്തിൻ്റെയും അവസാനം അവൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നു. ഭൂമി അവരാൽ അതിക്രമം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഞാൻ അവരെ ഭൂമിയോട് കൂടെ നശിപ്പിക്കും. നീ ഗോഫർ മരം കൊണ്ടൊരു പെട്ടകം ഉണ്ടാക്കുക. പെട്ടകത്തിന് അറകൾ ഉണ്ടാക്കി അകത്തും പുറത്തും കീൽ തേക്കണം. അത് ഉണ്ടാക്കേണ്ടത് എങ്ങനെയെന്നാൽ പെട്ടകത്തിൻ്റെ നീളം 300 മുഴം, വീതി 50 മുഴം, ഉയരം 30 മുഴം. പെട്ടകത്തിന് കിളിവാതിൽ ഉണ്ടാക്കണം. മേൽ നിന്ന് 1 മുഴം താഴെ അതിനെ വയ്ക്കണം. പെട്ടകത്തിൻ്റെ വാതിൽ അതിൻ്റെ വശത്ത് വയ്ക്കണം. താഴത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും തട്ടായി അതിനെ ഉണ്ടാക്കണം. ആകാശം കീഴിൽ നിന്നും ജീവശ്വാസമുള്ള സർവ്വജടത്തെയും നശിപ്പിപ്പാൻ ഞാൻ ഭൂമിയിൽ ഒരു ജലപ്രളയം വരുത്തും. ഭൂമിയിലുള്ളതൊക്കെയും നശിച്ചുപോകും. നിന്നോട് ഞാൻ ഒരു നിയമം ചെയ്യും. നീയും നിന്റെ പുത്രന്മാരും ഭാര്യയും പുത്രന്മാരുടെ ഭാര്യമാരും പെട്ടത്തിൽ കിടക്കണം. സകല ജീവികളിൽ നിന്നും സർവ്വജടത്തിൽ നിന്നും തന്നെ ഈരിണ്ടിനെ നിന്നോട് കൂടെ ജീവരക്ഷയ്ക്കായിട്ട് പെട്ടത്തിൽ കയറ്റണം. അവ ആണും പെണ്ണുമായിരിക്കണം. അതത് തരം പക്ഷികളിൽ നിന്നും അതത് തരം മൃഗങ്ങളിൽ നിന്നും ഭൂമിയിലെ അതത് തരം എഴുജാതികളിൽ നിന്നൊക്കെയും ഈരണ്ടായി ജീവരക്ഷയ്ക്കായിട്ട് നിന്റെ അടുക്കൽ വരയണം. നീയോ സകല ഭക്ഷണസാധനങ്ങളിൽ നിന്നും വേണ്ടുന്നത് എടുത്ത് സംഗ്രഹിച്ചു കൊള്ളയണം. അത് നിനക്കും അവയ്ക്കും ആഹാരമായിരിക്കണം. ദൈവം തന്നോട് കൽപ്പിച്ചതൊക്കെയും നോഹ ചെയ്തു. അങ്ങനെ തന്നെ അവൻ ചെയ്തു. നോഹ നീതിമാനായിരുന്നു, നിഷ്കളങ്കനായിരുന്നു, ദൈവത്തോടുകൂടെ നടന്നു എന്ന് മാത്രമല്ല, ദൈവം പറയുന്ന കാര്യങ്ങളെ അത് അവണ്ണം തന്നെ ചെയ്യുവാനുള്ള ഉത്സാഹവും അവനുണ്ടായിരുന്നു. അതുവരെ കേട്ടുകേൾവിയില്ലാത്തൊരു കാര്യമാണ് ദൈവം അവനോട് ആ സമയത്ത് ആവശ്യപ്പെട്ടത്. എന്നാൽ ആ സന്ദർഭങ്ങളിൽ പോലും, ഇതിനു മുമ്പ് അങ്ങനെ കേൾവില്ലാത്തൊരു കാര്യമാണെങ്കിൽ പോലും ദൈവം പറഞ്ഞതിനെ പൂർണ്ണമായി അനുസരിപ്പാനുള്ളൊരു മനസ്സ് ആർക്കുണ്ടായിരുന്നു? നോഹയ്ക്കുണ്ടായിരുന്നു. ഇവിടെവരെ ഒരു പക്ഷേ ദൈവം നമ്മൾ പറഞ്ഞ ചില കാര്യങ്ങൾ മറ്റാരും ചെയ്യാത്തൊരു കാര്യങ്ങളായിരിക്കാം, കേട്ടുകേൾവില്ലാത്തൊരു കാര്യങ്ങളായിരിക്കാം. പക്ഷെ ദൈവം പറഞ്ഞതിനെ പൂർണ്ണമായി അനുസരിപ്പാനൊരു മനസ്സ് നിനക്കുണ്ടോ? നിശ്ചയമായും നീ ദൈവത്തിൽ അനുഗ്രഹിക്കപ്പെടുന്നത് മാത്രമല്ല, നീ മുഖാന്തരം പലരും അനുഗ്രഹിക്കപ്പെടേണ്ടതായിത്തീരും. നോഹയോട് പറഞ്ഞ പോലെ നോഹ പെട്ടകം ഉണ്ടാക്കിയത് കൊണ്ടും നോഹയോട് പറഞ്ഞ പോലെ നോഹ ജീവജാലങ്ങളെ ശേഖരിച്ചതുകൊണ്ടൊക്കെ അതുങ്ങളുടെ ജീവരക്ഷ കിട്ടിയെന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ദൈവം പറഞ്ഞതിനനുസരിക്കുക. കേട്ടുകേൾവില്ലാത്തൊരു കാര്യമാണെങ്കിൽ പോലും ദൈവം പറഞ്ഞതിനനുസരിക്കുക. മറ്റുള്ളവർ ചെയ്യുന്നുള്ളതെന്ന് നോക്കാൻ നിൽക്കണ്ട. ഒരു പക്ഷേ നോഹ പെട്ടകം പണിയുമ്പോഴേക്കും ഒരുപാട് പേര് പരിഹസിച്ചിട്ടുണ്ടാകാം. മഴ പെയ്യുന്നു പറഞ്ഞപ്പോൾ ഒരുപാട് പേര് പരിഹസിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെ ദൈവം പറഞ്ഞത് എന്തോ അതനുസരിപ്പാൻ അവൻ ഉത്സാഹിയായിരുന്നു. നമ്മുടെ ജീവിതത്തിലും ദൈവം നമ്മോട് എന്താണോ പറയുന്നത് അതനുസരിച്ചുള്ള ഉത്സാഹം നമുക്കുണ്ടാകട്ടെ. മറ്റുള്ളവർ പരിഹസിക്കുന്നുവോ, മറ്റുള്ളവർ നിന്ദിക്കുന്നുവോ, മറ്റുള്ളവർ ഉപദ്രവിക്കുന്നുവോ, ഉപേക്ഷിക്കുന്നുവോ അതൊന്നും നമ്മൾ കാര്യമാക്കേണ്ട ആവശ്യമില്ല. കാരണം അവർക്കാർക്കും ലഭിക്കാത്ത ഒരു വാഗ്ദത്തം, അവർക്കാർക്കും ലഭിക്കാത്ത ഒരു ദർശനം, അവർക്കാർക്കും കേൾക്കാത്തൊരു ദൈവശബ്ദം ഇതിനെ കേൾപ്പിച്ചിരിക്കുക. അതുകൊണ്ട് നീ അത് ചെയ്യുക എന്നുള്ളതാണ്. നോഹയ്ക്ക് ലഭിച്ച ദൈവദർശനമോ നോക്ക് ലഭിച്ച് കേട്ടതായ ദൈവശബ്ദമോ മറ്റാരും കേട്ടിട്ടില്ല. അതുകൊണ്ട് മറ്റുള്ളവർക്ക് ആ കാര്യം മനസ്സിലാണെന്ന് നിർബന്ധമില്ല. പക്ഷെ ദൈവം നിന്നോട് പറഞ്ഞത് നീ അനുസരിക്കുമ്പോൾ നിന്നിലൂടെ ഞാൻ അനുഗ്രഹം പ്രാപിക്കുന്നതിനൊപ്പം തന്നെ മറ്റുള്ളവർ അനുഗ്രഹം പ്രാപിക്കാൻ ഇടയായിത്തീരും. മറിച്ച് ചിന്തിച്ചാൽ ദൈവം പറഞ്ഞ കാര്യങ്ങൾ നീ അനുസരിക്കാതെ പോകുമ്പോഴോ നിൻ്റെ അനുഗ്രഹം നഷ്ടപ്പെടുന്നൊപ്പം തന്നെ നിൻ്റെ ശുശ്രൂഷ മുഖാന്തരമായിട്ട്, നിൻ്റെ പ്രാർത്ഥന മുഖാന്തരമായിട്ട്, നിൻ്റെ പ്രവർത്തനങ്ങൾ മുഖാന്തരമായിട്ട് വിടുതൽ പ്രാപിക്കേണ്ട പലരും വിടുതൽ പ്രാപിക്കാതെ പോകാൻ നഷ്ടപ്പെട്ടു പോകാനിടയായിത്തീരും. അതുകൊണ്ട് നീ ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ വിശ്വസോടെ ജീവനെ ഏൽപ്പിച്ച് സമർപ്പിച്ച ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുക. സ്വർഗീയ പിതാവേ തന്ന ശിക്ഷനായ സ്തോത്രം ചെയ്യുന്നു. ഇവിടെ സംസാരിച്ചുകൊണ്ട് കൃപയ്ക്കായ സ്തോത്രം. നമ്മുടെ ജീവിതത്തിലും കർത്താവിനോടൊന്ന് അരളിച്ചതായാലും അതവണ്ണം തന്നെ പോലെ അനുസരിപ്പാനും പ്രകാരം കാര്യം ക്രമീകരിപ്പാനും കർത്താവ് സഹായിക്കുമ്പോഴാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രധാന അനുഗ്രഹിക്കുമ്പോഴാണെന്ന് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷ പ്രാർത്ഥിക്കുന്നവരെയും സന്ദർശനങ്ങൾ പങ്കുവെക്കുന്നവരെയും സഹായിക്കുന്നവരെയും സകല മുഖാന്തരങ്ങളെയും അനുഗ്രഹിക്കുമ്പോഴാണെന്ന് പ്രാർത്ഥിക്കുന്നു. നാളെ കഴിയുന്നതോറും കൂടുതൽ കൂടുതൽ പഠിക്കാൻ കർത്താവ് സ്വർഗം സഹായിച്ചാട്ടെ. തിരുനാമത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. അടികൾ കർത്താവ് ഒരുമിച്ച് അനുഗ്രഹിച്ചാട്ടെ. പ്രാർത്ഥന സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ക്ഷമയോടെ സന്ദേശം സൂചന നന്ദി പറയുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമ്പോഴാകട്ടെ. കർത്താവ് ഒരു താമസിച്ചാൽ നമുക്ക് അടുത്ത സെക്ഷനിൽ വീണ്ടും കാണാം. അതുവരെയും കർത്താവ് തൻ്റെ വിസ്താരം വരെ ചെറുകടിയിൽ സൂക്ഷിക്കുമ്പോൾ പരസ്പരം ഓർത്ത് പ്രാർത്ഥിക്കാം. സഹകരണത്തിന് പ്രോത്സാഹനത്തിന് നന്ദി പറയുന്നു. താങ്ക് യു. May God bless you.